പതിറ്റാണ്ടുകളായി മനുഷ്യൻ ഉത്തരം തേടുന്ന ഒരു ചോദ്യമാണ്, ആർ വി അലോൺ ഇൻ ദിസ് യൂണിവേഴ്സ്? നമ്മൾ ഒറ്റയ്ക്കാണോ? ഏലിയൻസ് ഉണ്ടോ? ഉണ്ടെങ്കിൽ അവരെങ്ങനെ ഇരിക്കും? ഉണ്ടെങ്കിൽ അവർ നമ്മുടെ ഇടയിലുണ്ടോ? ഈ മാസം തന്നെ ഞാനൊരു റിസർച്ച് പേപ്പർ വായിക്കുകയായിരുന്നു. ഹാർവർഡ് യൂണിവേഴ്സിറ്റിയുടെ റിസർച്ച് പേപ്പറാണത്. അതിൽ പറയുന്നത് ഒരു തിയറി അല്ല, ഒരു പോസ്റ്റുലേറ്റ് പോലെയാണ്. അതായത് ഏലിയൻസ് നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് എന്നുള്ളൊരു റിസർച്ച് പേപ്പർ ഉണ്ടായിരുന്നു. അതേ മാസം തന്നെയാണ് ഗഗനചാരിയും ഇറങ്ങിയിരിക്കുന്നത്. അരുൺ ചന്തുവിൻ്റെ ഗഗനചാരി. അനാർക്കലി, ഗണേഷ് കുമാർ, അജു വർഗീസ്, ഗോകുൽ സുരേഷ് എന്നിവർ അഭിനയിക്കുന്ന ഗഗനചാരി. ഒരു ഡിസ്റ്റോപ്പിയൻ പടം, ഒരു അപ്പോക്കലിപ്റ്റിക് കേരളം. അങ്ങനെ ഒരു ഉഗ്രൻ സെറ്റിംഗ്, ഉഗ്രൻ പ്ലോട്ട്. ടൈറ്റിൽസ് തുടങ്ങുമ്പോഴേ അറിയാം നമ്മൾ കാണാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായ ഒരു സിനിമയാണെന്ന്. അങ്ങനെ തന്നെയാണ്, അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ അത് മാത്രം മതിയോ? നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം. ഹായ്, ദിസ് ഇസ് DTH. ഒരു സാധാരണ സിനിമ പ്രേമിയുടെ ഫിലിം റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം. നേരത്തെ പറഞ്ഞ പോലെ ഉഗ്രൻ സെറ്റിംഗ് ആണ്, ഉഗ്രൻ പ്ലോട്ടാണ്. ഇങ്ങനൊരു പ്ലോട്ട് മലയാളത്തിൽ മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. ആ ധൈര്യം സമ്മതിച്ചു കൊടുക്കണം. ഈ സിനിമ ഇറക്കിയതിൽ, ഇതൊരു സിനിമയായിട്ട് തന്നെ ഇറക്കിയതിൽ, ഒരു വെബ് സീരീസ് അല്ലാതെയോ യൂട്യൂബ് ഷോർട്ട് ഫിലിം അല്ലാതെയോ ഒരു പ്രോപ്പർ ഫീച്ചർ ഫിലിമായിട്ട് ഇറക്കിയതിൻ്റെ ആ ഒരു ധൈര്യത്തിന് നമ്മൾ അഭിനന്ദിക്കണം. അങ്ങനെ അരുൺ ചന്തു നമ്മുടെ ഒരു പ്രത്യേക ലോകത്തേക്ക് നയിക്കുകയാണ്. 2040കളിൽ നടക്കുന്ന ഒരു കഥ, കേരളത്തിൽ നടക്കുന്ന കഥ. ആ ചുരുക്കത്തിൽ ആ ഒരു പ്ലോട്ട് മാത്രം ഞാൻ പറയാം, പ്രത്യേകിച്ച് ഒരു സസ്പെൻസ് പൊളിക്കാതെ സെറ്റിംഗ് ഞാൻ പറയാം. അതായത് വെള്ളപ്പൊക്കത്തിൽ നശിച്ച് കിടക്കുന്ന കേരളം, സർവൈലൻസ് നടക്കുന്ന രാജ്യം. സിനിമ തുടങ്ങുന്നത് ഒരു സ്പേസ് സ്റ്റേഷനിൽ നിന്നാണ്. ഭാരത് സ്പേസ് സ്റ്റേഷൻ എന്ന് പറയുന്ന സ്പേസ് സ്റ്റേഷനിൽ നിന്നാണ് തുടങ്ങുന്നത്. ഭാരത് എന്നുള്ള പേര് ശ്രദ്ധിക്കണം. അതിൽ ഗണപതി ഐഡിൽ കാണിക്കുന്നുണ്ട്, ഒരു പടം കാണിക്കുന്നുണ്ട്. ഒരു തമിഴ്നാട്ടുകാരനും ഒരു മലയാളിയും തമ്മിലാണ് സംസാരിക്കുന്നത്. അവരാണ് ആസ്ട്രോനോട്ട്സ് എന്നാണ് എനിക്ക് മനസ്സിലായത്, എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എന്നിട്ട് ഈ ഭാരത് സ്പേസ് സ്റ്റേഷൻ, അതിനകത്ത് BSRO എന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ അടുത്തുള്ള രംഗങ്ങൾ കാണിക്കുന്നത് ഒരു ഡയലോഗ് പറയുന്ന വെച്ചാൽ ഡോക്യുമെൻ്ററി പിടിക്കാൻ വരുന്ന ആൾ, ഇതൊരു ഡോക്യുമെൻ്ററി പിടിക്കാൻ വരുന്ന ആളായിട്ടാണ്, അങ്ങനെയാണ് തുടങ്ങുന്നത്. ഡോക്യുമെൻ്ററി പോലെയാണ് തുടങ്ങുന്നത്. അപ്പോൾ ഡോക്യുമെൻ്ററി ഫിലിം ചെയ്യാൻ വരുന്ന ആൾ പറയുന്നുണ്ട്, സേനാക്കാരനാണെങ്കിലും റോഡ് നന്നാക്കുന്നുണ്ടെന്ന്. ഇത് പലതും കോയിൻസിഡൻസ് ആവാം. അതായത് സുരേഷ് ഗോപിയുടെ പോലെ അഭിനയിക്കുന്നതും, ഞാൻ ആദ്യം എനിക്ക് തോന്നി ഇത് ഇവരെ റൈറ്റ് വിങ്ങിനെ സപ്പോർട്ട് ചെയ്യാനോ പ്രോത്സാഹിപ്പിക്കുകയാണോ എന്നൊക്കെ തോന്നി. പക്ഷെ അങ്ങനെയല്ല, കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും ഇവർ റൈറ്റ് വിങ്ങിനായിട്ട് അടിക്കുകയാണ്. അങ്ങനെയാണ് എൻ്റെ പെർസ്പെക്റ്റീവ്. ഓരോരുത്തർക്കും സിനിമ ഓരോ രീതിയിൽ കാണാം. അതാണ് സിനിമയുടെ ശക്തിയും മാജിക്കും. അങ്ങനെ അതാണ് പ്ലോട്ട്. അങ്ങനെ ഡിസ്റ്റോപ്പിയൻ ആയിട്ടുള്ള സർവൈലൻസ് നടക്കുന്ന, വെള്ളപ്പൊക്കം മൂടി നശിച്ച ലോകത്ത് ഓൾമോസ്റ്റ് ഒന്നുമില്ലാത്ത ഒരു അവസ്ഥ. അതിൽ ഒരു ബങ്കറിൽ താമസിക്കുകയാണ് ഗണേഷ് കുമാറിൻ്റെ വിക്ടർ ജി എന്ന കഥാപാത്രം. ഇതിൽ അലക്സയുണ്ട്, പക്ഷെ അലക്സയായിട്ടല്ല, അലക്സയോ സിറിയോ എന്തുകൊണ്ട് വിചാരിക്കാം. അലക്സയോ സിറിയോ അല്ല, രാഘവനാണ്. നമ്മുടെ വോയിസ് കമാൻഡ്സ് അനുസരിച്ച് പ്രവർത്തിക്കുന്നത് രാഘവനാണ്. ഈ സിനിമയ്ക്ക് ഒരു പ്രത്യേക ലൈറ്റിംഗ് ആണ്, പ്രത്യേക ക്യാമറയാണ്. വളരെ കൂളായിട്ടുള്ള, ഭയങ്കര പോസിറ്റീവ് വൈബ്സ് ഉള്ള, ഭയങ്കര ഒരു കളർഫുൾ യൂത്ത്ഫുൾ വൈബ്സ് ഉള്ള ലൈറ്റിങ്ങും സിനിമാറ്റോഗ്രാഫിയാണ് ഉടനീളം. കാണാൻ നല്ല രസമുള്ള സീൻസും ഫ്രെയിംസും ഒക്കെയാണ്. പിന്നെ വിഷ്വൽ എഫക്ട്സ്, നമ്മുടെ ഒരു മലയാള സിനിമയുടെ ബജറ്റ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് വളരെ ഗംഭീരമായിട്ട് തന്നെ തോന്നി. അതായത് ഒട്ടും നമുക്ക് എന്ന് ഒരിക്കൽ പോലും തോന്നിപ്പിക്കാത്ത രീതിയിലുള്ള വിഷ്വൽ എഫക്ട്സും സീൻസും. ഇതിൻ്റെ അകത്ത് ഒരു ആൻറ്റി ഗ്രാവിറ്റി സീനുണ്ട് അനാർക്കലിയുടെ, അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ സിനിമാറ്റോഗ്രാഫി ഉഗ്രനാണ്. ഇതിൻ്റെ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും സോങ്സ് ആയാലും
ഒട്ടും സിനിമയ്ക്ക് ചേരാത്ത എനിക്ക് തോന്നി. മോശം മ്യൂസിക്കും മോശം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ടും തോന്നി. പക്ഷെ ഇതിനേക്കാൾ വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പ്ലോട്ടും സെറ്റിങ്സും എക്സൈറ്റിംഗ് ആണെങ്കിലും ഇൻട്രിഗിങ് ആണെങ്കിലും ആ സ്റ്റോറി, ഒരു സ്ക്രീൻ പ്ലേ ഒട്ടും സ്ട്രോങ് അല്ല. കുറച്ചുകൂടെ കാമ്പുള്ള, കുറച്ചുകൂടെ കഥയുള്ള ഒരു സിനിമ ആയിരുന്നെങ്കിൽ എന്ന് തോന്നി, എന്ന് ആഗ്രഹിച്ചു പോയി. കാരണം ബാക്കി എല്ലാ രീതിയിലും ഇതിൻ്റെ ക്രിയേറ്റിവിറ്റി എക്സലൻ്റ് ആണ്. ഇറ്റ് ഈസ് കറേജിയസ്, കോൺഫിഡൻറ്റ് ആൻഡ് കെയർ ഫ്രീ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതായത് എല്ലാ സീൻസിലും എല്ലാ ഫ്രെയിംസിലും അത് ആർട്ട് ഡയറക്ഷൻ ആയിക്കോട്ടെ, ഒരു കൊറിയോഗ്രഫി ആയിക്കോട്ടെ, കൊറിയോഗ്രഫി ഞാൻ ഉദ്ദേശിക്കുന്നത് കൊറിയോഗ്രഫി അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ആ ഒരു സെറ്റ് അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്, ആ ഒരു സെറ്റിംഗ്, ഓരോ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിപ്പം മതിലുള്ള ഗ്രാഫിറ്റി ആണെങ്കിലും, അത് മതിലുള്ള എഴുത്തുകളാണെങ്കിലും, ആനിമേഷൻ ആണെങ്കിലും, പല തരത്തിലുള്ള ആനിമേഷനിലൂടെയാണ് പടം കടന്നു പോകുന്നത്. വളരെ രസകരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു ഭയങ്കര ബോൾഡായിട്ടുള്ള, കറേജിയസ് ആയിട്ടുള്ള, ഒട്ടും നമ്മൾ അത് വേണോ ചിന്തിക്കാതെ നമ്മുടെ വിശ്വാസം, നമ്മുടെ ഉള്ളിലുള്ള സിനിമ എങ്ങനെയാണോ പുറത്ത് കാണിക്കേണ്ടത് ആ രീതിയിൽ തന്നെയാണ് അരുൺ ചന്തു ഇത് കാണിച്ചിരിക്കുന്നത്. ഒട്ടും ലിമിറ്റേഷൻസ് ഇല്ലാതെ, ബാക്കിലോട്ട് പോവാതെ, പിൻവലിയാതെ, ഭയങ്കര കെയർ ഫ്രീ ആയിട്ടുള്ളൊരു എക്സിക്യൂഷൻ. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അനാർക്കലിയുടെ അഭിനയം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി സൈലൻ്റ് ആണ്. മിക്കപ്പോഴും ഒരു 90% ഓഫ് ദ സിനിമയും പുള്ളിക്കാരി സൈലൻ്റ് ആണ്. ഇടയ്ക്ക് മാത്രം ഒരു പർട്ടിക്കുലർ ഘട്ടത്തിന് ശേഷം വോയിസ് വരുന്നുണ്ട്. ഞാൻ കൂടുതൽ പറയാൻ പറ്റുന്നില്ല. ആ വോയിസ് കൊടുത്തിരിക്കുന്നത് അതും ഒരു സസ്പെൻസാണ്. അതും നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞ സ്റ്റോറിയുടെ ഒരു വീക്ക്നെസ് പറഞ്ഞ പോലെ തന്നെ വേറൊരു വീക്ക് പോയിൻ്റാണ് ഗോകുൽ സുരേഷിൻ്റെ അഭിനയവും. ഭയങ്കര ബോറായിട്ട് തോന്നി, ഒട്ടും ചേരാത്ത എനിക്ക് തോന്നി. അജു വർഗീസ് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്, ഗണേഷ് കുമാർ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്, അനാർക്കലിയും രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതിന് നേരത്തെ സെറ്റിംഗ് ഞാൻ പറഞ്ഞല്ലോ. അപ്പം അങ്ങനത്തെ ഒരു അപ്പോക്കലിപ്റ്റിക് കേരളമാണ് സെറ്റിംഗ്. അവിടെ നടക്കുന്ന കാര്യങ്ങളാണ് സിനിമ. കുറേയൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, അതായത് ട്രെയിലറിലൂടെയൊക്കെ മനസ്സിലായി കാണുമായിരിക്കും ഇതൊരു സയൻസ് ഫിക്ഷനാണ്. ഈ സയൻസ് ഫിക്ഷൻ എന്ന് പറയുമ്പോൾ സയൻസ് വേഴ്സസ് ഫിക്ഷനും കൂടെയുണ്ട്, അതായത് സയൻസ് വേഴ്സസ് മിത്സും കൂടെയുണ്ട്. ശാസ്ത്രവും ഉണ്ട്, വിശ്വാസവും ഉണ്ട്. ഇത് രണ്ടും യോജിപ്പിക്കാനൊക്കെ അവർ നോക്കുന്നുണ്ട്. പക്ഷെ അത് കൺവിൻസിംഗ് ആയിട്ട് കാണിക്കാൻ പറ്റിയില്ല എന്ന് തോന്നി. നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ എന്താ ഉദ്ദേശിച്ചത്. നമുക്ക് സിനിമ കാണുമ്പോൾ ഒരുപാട് പഴയ സിനിമകൾ ഓർമ്മ വരും. അത് മനഃപൂർവ്വമായിട്ട് എനിക്ക് ചെയ്തിരിക്കുന്നതാണെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ കഥയുടെ എളുപ്പത്തിന് വേണ്ടി ചിലപ്പോൾ ചെയ്ത് പോയതാവാം. എങ്ങനെയാണെങ്കിലും അത് ട്രിബ്യൂട്ടായിട്ട് തന്നെയാണ് അവർ എടുത്തിരിക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ടൈറ്റിലിന് തൊട്ട് മുമ്പ്, ടൈറ്റിൽ കാണിക്കുമ്പോൾ തുടക്കം കാണിക്കുന്നുണ്ട് പോപ്പ് കൾട്ട് മൂവീസിന്, മലയാള മൂവീസിന് ട്രിബ്യൂട്ട് പറഞ്ഞുകൊണ്ട് ഒരുപാട് മലയാള മൂവീസിന് പെട്ടെന്നെല്ലാം വായിക്കാൻ പറ്റിയില്ല എങ്കിലും കിലുക്കവും മനുവും കൂടി ശ്രദ്ധിച്ചായിരുന്നു. അപ്പം അങ്ങനെ ഒരുപാട് പടങ്ങൾക്ക് ട്രിബ്യൂട്ട് കൊടുത്ത കണക്കാണ് ഈ പടം ചെയ്തിരിക്കുന്നത്. അവസാനം ഒരു പെട്ടെന്നുള്ളൊരു, അതായത് ഡോക്യുമെൻ്ററി ഫിലിം മേക്കർ പെട്ടെന്ന് ആ ഒരു വാള് ബ്രേക്ക് ചെയ്ത് ഓഡിയൻസിനോട്ട് ഇറങ്ങുകയും ആസ്പെക്ട് റേഷ്യോ മാറുകയും പിന്നെയുള്ള ആക്ഷൻ സീക്വൻസസൊക്കെ നല്ലപോലെ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അനാർക്കലി കൺവിൻസിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആ വിഷ്വൽ എഫക്ട്സും അവസാനത്തെ ഒരു ആക്ഷൻ സീക്വൻസൊക്കെ രസകരമായിട്ട് തന്നെ തോന്നി. പക്ഷേ ഈ കഥ ഞാൻ നേരത്തെ പറഞ്ഞാൽ കുറച്ചുകൂടി ഒന്ന് സ്ട്രോങ് ആക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇതൊരു ഫിനോമിനായിട്ട് മാറാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സായി എനിക്ക് തോന്നി. ഐ എം ഗോയിങ് വിത്ത് 3 out of 5 for Gaganachari and a double clap for its wonderful creativity. Thanks for watching. Bye.